ഹലോ ഓൾ, എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ലൈഫ് സയൻസ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്ന പാർട്ടിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണെന്ന്. അതായത് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഓഫ് സെൽ എന്ന് പറയുന്ന ഒരു ഏരിയനെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സെൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലിവിങ് സെൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസ്കഷൻസാണ് ചെയ്തു കൊണ്ടിരുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 2 ഓഫ് ദ സെൽസിനകത്ത് നമ്മൾ സെല്ലിൻ്റെ കുറച്ചുകൂടി ഇൻറ്റീരിയറിലേക്ക് പോവുകയും സെൽ ഓർഗനൽസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുന്നു. പ്ലാന്റ് സെൽ, ആനിമൽ സെൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സെൽ ഓർഗനൽസിനെ പറ്റിയിട്ടുള്ള പഠനമൊക്കെ ആരംഭിക്കുന്നുണ്ട്. വി ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ദ ഇൻറ്റീരിയർ ഓഫ് ദി സെൽ വാൾ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള വസ്തുതകളെ പറ്റിയിട്ട് പഠിച്ചു തുടങ്ങി. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നൊരു സെൽ കോമ്പോണൻറ്റിനെ പറ്റി പഠിച്ചു. അത് തന്നെ 2 തരത്തിലുണ്ടെന്നൊക്കെ നമ്മൾ കണ്ട് അവസാനിപ്പിച്ച് നിർത്തിയതാണ്. അവിടെയായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റഫും ഉണ്ട്, സ്മൂത്തും ഉണ്ട്. ശരിയല്ലേ? ദർ ഇസ് എ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആസ് വെൽ ആസ് എ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ സെൽ പാർട്ട് 3 നമ്മൾ ബാക്കി ഓർഗനൽസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിരിക്കും പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നേരെ ടോപ്പിക്കിലേക്ക് കിടക്കുക. സോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്ന ഏരിയനെ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഓർഗനലിനെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഗോൾഗി അപ്പാരറ്റസ് ആണ്, അല്ലെങ്കിൽ ഗോൾഗി ബോഡി എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് എന്നറിയപ്പെടുന്ന ഗോൾഗി. അപ്പോൾ എന്താണ് ഈ ഗോൾഗി അപ്പാരറ്റസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ടത്? നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഗോൾഗി അപ്പാരറ്റസ്? അതെങ്ങനെ കണ്ടുപിടിച്ചു, ആര് കണ്ടുപിടിച്ചു, എവിടെ വെച്ച് കണ്ടുപിടിച്ചു? അപ്പോൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കുക, നമ്മൾ ഡിസ്കവറിയെ പറ്റി നമുക്ക് നോക്കാം. See, the organelle was discovered by an Italian scientist named Camillo Golgi. അല്ലേ, എന്താണ് കാമില്ലോ ഗോൾഗി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 1898 എന്താണ് 1898 നമ്മളെപ്പോഴും പറഞ്ഞു ശീലം 19-ലായതുകൊണ്ട് അങ്ങനെ പോയതാണ്. 1898 ഗോൾഗി അപ്പാരറ്റസ് ഡിസ്കവർ ചെയ്യുന്നത്. ഹി നോട്ടിസ്ഡ് ദീസ് ഡെൻസ്ലി സ്ട്രെയിൻഡ് റെറ്റിക്കുലാർ സ്ട്രക്ചേഴ്സ്. റെറ്റിക്കുലാർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, റെറ്റിക്കുലാർ എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ എന്നാണ്. ഒന്നിന് പല രീതികളിലായിരിക്കും സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ റെറ്റിക്കുലാർ എന്ന് വിളിക്കുക. സ്ട്രക്ചേഴ്സ് നിയർ ദി ന്യൂക്ലിയസ് ഓഫ് ദ സെൽ. ഓക്കെ, അപ്പോൾ സെല്ലിൻ്റെ ന്യൂക്ലിയസിനടുത്തായിട്ട്, ന്യൂക്ലിയസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ഏറ്റവും പ്രോക്സിമിറ്റിയിൽ കാണപ്പെടുന്ന ഒരു ഡെൻസ്ലി സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ കാമില്ലോ ഗോൾഗി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ വെർ ലേറ്റർ നെയിംഡ് ആസ് ഗോൾഗി ബോഡീസ് ഓർ ഗോൾഗി അപ്പാരറ്റസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിന് സ്മരണാർത്ഥമായിട്ടാണ് ഈ പേരിൽ എന്തുള്ളത്, ഇതിൻ്റെ ഈ പറയുന്ന വസ്തുക്കളെ ഗോൾഗി വസ്തുക്കൾ എന്ന രീതിയിൽ നമ്മൾ വിളിക്കുന്നതെന്നുള്ളതാണ്. എനിഹൗ, the Golgi apparatus consists of a stack of flat membrane-bound sacs called cisternae. അപ്പോൾ എന്താണ് സിസ്റ്റർനേസ്? സിസ്റ്റർനേസ് എന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ പറയുന്ന മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള, താരതമ്യേന ഫ്ലാറ്റായിട്ട് നിൽക്കുന്ന കുറച്ച് സഞ്ചികൾ പോലെ തോന്നിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഗോൾഗി അപ്പാരറ്റസിന്. കുറേ സഞ്ചികളുണ്ട്, നല്ല പരന്ന സഞ്ചികളാണ്. നമ്മുടെ ഈ പില്ലോ കവറൊക്കെ പോലെ പരന്ന സഞ്ചികളാണ്. ആ സഞ്ചികൾക്ക് മെംബ്രെയിൻ ബൗണ്ടിങ് ഉണ്ട്, അല്ലെങ്കിൽ മെംബ്രെയിൻ കവറിങ് ഉണ്ട്. അപ്പോൾ സെല്ലിനുള്ളിലുള്ള ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ളൊരു വസ്തുവാണ് ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയാം. എന്താണ് അപ്പോൾ ഈ സാക്കുകളുടെ പേര്? സിസ്റ്റർനെ. ഈച്ച് ഡിസ്ക് ഷേപ്ഡ് സിസ്റ്റർനെ ഹാസ് എ ഡയമീറ്റർ ഓഫ് 0.5 മൈക്രോമീറ്റർ ടു 1 മൈക്രോമീറ്റർ. അപ്പോൾ ഇതിൽ ഓരോ സഞ്ചിക്കും 0.5 മൈക്രോമീറ്റർ മുതൽ 1 മൈക്രോമീറ്റർ വരെ ആയിരിക്കാം വലിപ്പം വരിക എന്നുള്ളതാണ്. മൈക്രോമീറ്റർ എന്ന് പറയുമ്പോൾ 0.5 × 10⁻⁻⁶ മീറ്റേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. ദീസ് സിസ്റ്റേർനേസ് ആർ സ്റ്റാക്ഡ് പാരലൽ ടു ഈച്ച് അതർ. ഈ പറയുന്നത് നമ്മൾ തല വെച്ച് കിടക്കുന്ന തലയണയില്ലേ, അപ്പോൾ ഈ തലയണയൊക്കെ എടുത്ത് ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ നടുക്കൂടി ഒരു ചെറിയ കയറിട്ടൊന്ന് കെട്ടിയാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു തരത്തിലാണ് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്ന ഏകദേശം ഇയാളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. stacked parallel to each other, the number of cisternae varies in different cells. ഓരോ സെല്ലിലും ഈ എണ്ണം ഇതിങ്ങനെ പരസ്പരം പാരലായിട്ട് കൂട്ടി യോജിപ്പിച്ച് തന്നെയാണ് അറേഞ്ച് ചെയ്ത് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ എണ്ണം എത്ര സാക്ക് കൂട്ടി യോജിപ്പിക്കപ്പെടുത്തു എന്നുള്ളതിൻ്റെ എണ്ണം എന്നൊക്കെ പറയുന്നത് ഓരോന്നിനും മാറിക്കൊണ്ടിരിക്കും, ഓരോ സെല്ലിനും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. The stacks are arranged concentrically near this nucleus with the 2 distinct phases. 2 phases ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് സിസ് ഫേസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫോമിംഗ് ഫേസ്.
Okay, this is the convex side that faces out towards the nucleus. ന്യൂക്ലിയസിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന സൈഡിനെയാണ് സിസ് ഫേസ് അഥവാ ഫോമിംഗ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾഗി അപ്പാരറ്റസിന് രണ്ട് പ്രതലങ്ങളുണ്ട്, അല്ലെങ്കിൽ രണ്ട് ഫേസസ് ഉണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിലൊരു ഫേസിന് പറയുന്ന പേരാണ് സിസ് ഫേസ്. ഈ സിസ് ഫേസിൻ്റെ പ്രത്യേകത എന്താണ്? ഇവൻ കോൺവെക്സ് ഷേപ്പിൽ കാണപ്പെടുന്ന പ്രതലമാണ്. പ്രതലത്തിൻ്റെ ഷേപ്പ് കോൺവെക്സ് ആണ്. മറ്റേ മൊത്തത്തിൽ നമ്മൾ ചാക്കാന്ന് പറയുമെങ്കിലും ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ ചാക്ക്? ഇങ്ങനെ എനിക്ക് ചാക്ക് വരയ്ക്കാമല്ലോ. അപ്പോൾ ഇതിലിത് കോൺവെക്സ്, ഇത് കോൺകേവ് അല്ലേ? കോൺകേവ് പ്രതലം, മറ്റേത് കോൺവെക്സ് പ്രതലം. ഉയർന്നു നിൽക്കുന്നത് വെക്സ് പ്രതലം, മടങ്ങി ഉള്ളിലോട്ട് നിൽക്കുന്ന കോൺകേവ് പ്രതലം എന്ന രീതിയിൽ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ, ഇത് കോൺവെക്സ്, ഇത് കോൺകേവ് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അതിൽ ഈ പ്രതലം ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ പ്രതലമാണ് പറയുന്നത് ഈ സിസ് ഫേസ് ആണ് സിറ്റുവേഷൻ എങ്കിൽ, അല്ലെങ്കിൽ സിസ് ഫേസ് എന്ന ഫേസ് ആണ് നമ്മൾ ഗോൾഗി അപ്പാരറ്റസിൻ്റെ പറയുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു കോൺവെക്സ് സൈഡ് ആയിരിക്കും. ആ കോൺവെക്സ് സൈഡ് ന്യൂക്ലിയസിനോട് ഫേസ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും കാണാൻ സാധിക്കുകയെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ സിസ് ഫേസ് ഓഫ് ദി ഗോൾഗി അപ്പാരറ്റസ് faces towards what? Faces towards the nucleus or faces away from the nucleus? ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. Faces towards the nucleus. It receives newly made materials from the endoplasmic reticulum. ഈ സിസ് ഫേസ് ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് നിർമ്മിച്ച് കിട്ടുന്ന പുതിയ വസ്തുക്കളെ സ്വീകരിക്കുന്നത്. രണ്ടാമത്തെ ഫേസ് ട്രാൻസ് ഫേസ് ആണ്. ഒന്നാമത്തെ ഫേസ് സിസ് ഫേസ്, രണ്ടാമത്തെ ഫേസ് ട്രാൻസ് ഫേസ് അല്ലെങ്കിൽ മെച്യൂറിംഗ് ഫേസ് എന്നും പറയാം. This is the concave side that points toward the outer cell membrane and it dispatches finished products in vesicles. ഇപ്പോൾ ഈ ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, ഇപ്പോൾ ഈ പുതിയ പ്രോഡക്റ്റുകൾ റിസീവ് ചെയ്യുന്നത് സിസ് ഫേസ് എന്ന് പറഞ്ഞു. ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളെ ഡിസ്പാച്ച് ചെയ്യുന്നത്, പുറത്തേക്ക് വിടുന്നവൻ ആരാണ്? ഈ ട്രാൻസ് ഫേസ് ആണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇവൻ്റെ ഇവൻ കോൺകേവുമാണ്. അപ്പോൾ സ്വാഭാവികം രണ്ട് ഫേസസേ ഉള്ളൂ, ഒന്ന് കോൺകേവും ഒന്ന് കോൺവെക്സും ആയിരിക്കും. അതിൽ കോൺകേവ് ഫേസിനെ വിളിക്കുന്ന പേര് സിസ് ഫേസ് എന്നും, കോൺവെക്സ് ഫേസിനെ വിളിക്കുന്ന പേര് സിസ് ഫേസ് എന്നും, കോൺകേവ് ഫേസിനെ വിളിക്കുന്ന പേര് ട്രാൻസ് ഫേസുമാണെന്ന് അറിഞ്ഞിരിക്കുക. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നുള്ള ന്യൂലി മെയ്ഡ് മെറ്റീരിയൽസിനെ റിസീവ് ചെയ്യുന്ന ഫേസ്, ന്യൂക്ലിയസിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഫേസാണ് സിസ് ഫേസ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളെ ഡിസ്പാച്ച് ചെയ്യുന്ന, പുറത്തേക്ക് അയക്കുന്ന ഫേസാണ് ട്രാൻസ് ഫേസ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. Although the cis and trans phases look completely different, they are physically interconnected. സ്വാഭാവികം, ഇവരൊരൊറ്റ ചാക്കിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ സഞ്ചിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അവർ പരസ്പരം ഇൻ്റർകണക്റ്റഡ് ആണ്. അതല്ലാന്നെങ്ങാനും കണ്ടാൽ സിസ് ഫേസും ട്രാൻസ് ഫേസും ഗോൾഗി അപ്പാരറ്റസിൽ തന്നെയുള്ള രണ്ട് പ്രതലങ്ങളായതുകൊണ്ട് തന്നെ ദേ ആർ ആക്ച്വലി കണക്റ്റഡ്. എന്താണ് ഗോൾഗി അപ്പാരറ്റസിൻ്റെ കീ ഫംഗ്ഷൻ എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കണ്ടേ? നോക്കിക്കോ. So think of Golgi apparatus as the packaging and the shipping department of the cell. ഇപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തന്ന പ്രോഡക്ട്സിനെ എടുത്ത് സ്വീകരിച്ച് അതിൻ്റെ സിസ് ഫേസ് സ്വീകരിക്കുന്നു, ട്രാൻസ് ഫേസ് അതിനെ ഡിസ്പാച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഓർക്കണം. ഡിസ്പാച്ച് മീൻസ് ആ പൊതിഞ്ഞ് കെട്ടി അയക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു സെല്ലിൻ്റെ പോസ്റ്റ് ഓഫീസിനെ പോലെ എന്ന രീതിയിൽ പ്രയോഗിക്കുന്ന ഒരു ബോഡിയാണ് ഗോൾഗി അപ്പാരറ്റസ്. Packaging and secretion. Its primary function is to chemically process, package and deliver materials to their targets, either inside the cell or secreted outside the cell. അതിപ്പോൾ സെല്ലിന് ഉള്ളിലേക്കുള്ള വസ്തുക്കളായാലും ശരി, സെല്ലിന് പുറത്തേക്ക് പോകേണ്ട വസ്തുക്കളായാലും ശരി, വസ്തുക്കളെ കൃത്യമായിട്ട് കെമിക്കലി പ്രോസസ്സ് ചെയ്ത് പാക്കേജ് ചെയ്ത് ഡെലിവർ ചെയ്യുക എന്ന് പറയുന്ന പണിയാണ് ആരുടേത്? കോർ ഫംഗ്ഷൻ ഓഫ് ദി ഗോൾഗി ബോഡി. ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. The Golgi works very closely with the endoplasmic reticulum. നമ്മൾ പറഞ്ഞു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വരുന്ന ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് സ്വീകരിക്കുന്നു എന്നുള്ളത്, ഗോൾഗി അപ്പാരറ്റസ് സ്വീകരിക്കുന്നുള്ളത്. അപ്പോൾ എന്തായാലും അവർ തമ്മിലുള്ള കണക്ഷൻ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. Proteins made by the ribosomes on the endoplasmic reticulum travel in tiny transport vesicles to fuse with the cis face of the Golgi apparatus. See, endoplasmic റെറ്റിക്കുലത്തിൽ നിന്ന് വരുന്ന ഫിനിഷ്ഡ് പ്രോഡക്ട്സ് മീൻസ് the proteins made by the ribosomes in the endoplasmic reticulum. പ്രത്യേകിച്ച് നമ്മുടെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലേ, റൈബോസോമുകളുള്ളതെന്ന് പറയുമ്പോൾ റഫ് എൻഡോപ്ലാസ്മിക്. അപ്പോൾ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് വരുന്ന പ്രോട്ടീൻസിനെ ടൈനി ട്രാൻസ്പോർട്ട് വെസിക്കിൾസിൽ ഈ നമ്മുടെ സിസ് ഫേസുമായിട്ട്, ഗോൾഗി അപ്പാരറ്റസിൻ്റെ സിസ് ഫേസുമായിട്ട് ഫ്യൂസ് ചെയ്യപ്പെടുന്നു. ആസ് ദീസ് പ്രോട്ടീൻസ് മൂവ് ത്രൂ ദ സിസ്റ്റേർണി ടുവേർഡ്സ് ദ ട്രാൻസ് ഫേസ്, ദർ മോഡിഫൈഡ് ആൻഡ് മെച്യൂർഡ്. അപ്പോൾ ഈ സിസ് ഫേസിലെത്തിയ ഈ പറയുന്ന പ്രോട്ടീനുകൾ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത്, അല്ലെങ്കിൽ ഗോൾഗി ബോഡി അതിനെ പ്രോസസ്സ് ചെയ്ത് ട്രാൻസ് ഫേസിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴേക്കും
നമ്മുടെ പ്രോട്ടീൻസ് മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ മെച്ചുവേർഡ് ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഫൈനലി ദേ ആർ പിഞ്ച്ഡ് ഓഫ് ഫ്രം ദി ട്രാൻസ്ഫേസ് ഇൻ ടു സെക്രീറ്ററി വെസിക്കിൾസ്. അത് പിന്നീട് അതിൽ നിന്ന് സെക്രീറ്ററി വെസിക്കിൾസിലേക്ക് എന്താ പറയുക, അവിടെ നിന്ന് ഇളകി മാറും, എന്നിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടാനുള്ള പ്രോസസ്സിലേക്ക് പോവുകയാണ്. പിന്നെ ഇതെങ്ങോട്ടേക്കാണ് ഈ പ്രോട്ടീൻ എത്തിക്കേണ്ടത്, അങ്ങോട്ടേക്ക് പോകുക എന്ന കർത്തവ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇവൻ പിന്നീട് മൂവ് ചെയ്യുന്നതാണ്. See, the Golgi apparatus is the primary site for the synthesis of glycoproteins. അതായത് കാർബോഹൈഡ്രേറ്റ്സുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്ന പ്രോട്ടീനുകളെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോപ്രോട്ടീൻസ്. അതുപോലെ ഗ്ലൈക്കോലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സുമായിട്ട് കമ്പൈൻ ചെയ്ത് നിൽക്കുന്ന ലിപ്പിഡ്സിന് വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോലിപ്പിഡ്സ്. അപ്പോൾ ഗ്ലൈക്കോ എന്ത് വന്നാലും നമുക്ക് അത് ആരുമായിട്ട് കണക്ട് ചെയ്യാം. ഗ്ലൈക്കോ ഗ്ലൂക്കോസ് എന്ന് ആലോചിച്ചാൽ ഗ്ലൂക്കോസ് കിട്ടുന്നത് എവിടെ നിന്നാണ്? കാർബോഹൈഡ്രേറ്റ്സ് എന്നാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻസ് അസോസിയേറ്റഡ് വിത്ത് കാർബോഹൈഡ്രേറ്റ്സ്, ഗ്ലൈക്കോലിപ്പിഡ്സ് ലിപ്പിഡ്സ് അസോസിയേറ്റഡ് വിത്ത് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ ഇവയുടെ ഗ്ലൈക്കോ പ്രോട്ടീൻസിൻ്റെയും അതുപോലെ ഗ്ലൈക്കോ ലിപ്പിഡ്സിൻ്റെയും ഒക്കെ സിന്തസിസിന് ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഗോൾഗി അപ്പാരറ്റസ്. ഓക്കെ, സെറ്റ്. പിന്നെ അടുത്തയാൾ അല്ലെങ്കിൽ അടുത്ത കോമ്പോണൻ്റ് ആണ് ലൈസോസോമുകൾ അല്ലെങ്കിൽ വാക്യൂൾസ്. നോക്കാം നമുക്ക്. ബോത്ത് ആൻഡ് വാക്യൂൾസ്, അല്ലെങ്കിലല്ല അതും വാക്യൂൾസും. ബോത്ത് ലൈസോസോംസ് ആൻഡ് വാക്യൂൾസ് ആർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. ഇവയും മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് തന്നെയാണ്, സെൽ ഓർഗനൽസ് തന്നെയാണ്. ബിലോങ്ങിങ് ടു ദി എൻഡോ മെംബ്രെയിൻ സിസ്റ്റം, മെംബ്രെയിനുള്ളിലുള്ള നമ്മുടെ സെൽ മെംബ്രെയിനുള്ളിലുള്ള സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ബിക്കോസ് ദർ ഫങ്ഷൻ ആർ കോർഡിനേറ്റഡ് വിത്ത് ദി ഓവറോൾ സിസ്റ്റം. അപ്പോൾ ഈ കംപ്ലീറ്റ് സെല്ലിൻ്റെ സിസ്റ്റവുമായിട്ട്, സെല്ലിൻ്റെ ഫംഗ്ഷനുമായിട്ട് കോർഡിനേറ്റഡ് ആണ് ലൈസോസോമുകളുടെയും വാക്യൂളിൻ്റെയും ഫംഗ്ഷൻസ് എന്നാണ് പറയുന്നത്. എന്താണ് അപ്പോൾ ലൈസോസോം എന്നുള്ളത്? നമുക്ക് തിങ്ക് ഓഫ് ലൈസോസോം ആസ് ദി സെൽസ് വേസ്റ്റ് ഡിസ്പോസൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ റീസൈക്ലിംഗ് യൂണിറ്റ്സ്. നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിലായാൽ കൂടിയും ഒരു റീസൈക്കിൾ ബിൻ ഉണ്ടല്ലേ. പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് റീസൈക്കിൾ ബിന്നിലേക്ക് കൊണ്ടിടും. ആവശ്യമില്ലാത്ത വസ്തുക്കളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന, റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. ലൈസോസോമിൻ്റെ പണി ഏകദേശം ഇത് തന്നെയാണ്. They are membrane-bound vesicular structures formed by the packaging process inside the Golgi apparatus. അപ്പോൾ എവിടെയാണ് ഈ ലൈസോസോമുകളുടെ ജനനം? ഈ ഗോൾഗി അപ്പാരറ്റസിലെ പാക്കേജിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടായ മെംബ്രെയിൻ ബൗണ്ട് വെസിക്കുലാർ സ്ട്രക്ചേഴ്സ് ആണ് ആര്? ലൈസോസോമുകൾ. ഈ ലൈസോസോംസ് ആർ റിച്ച്ലി ഫിൽഡ് വിത്ത് ഓൾമോസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് ഹൈഡ്രോലിറ്റിക് ഡൈജസ്റ്റീവ് എൻസൈംസ്. പ്രത്യേകിച്ച് നമ്മുടെ ഹൈഡ്രോലിസിസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ ലിപ്പേസ്, ലിപ്പിഡുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ലിപ്പേസ്, പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള പ്രോട്ടിയേസ് പോലുള്ളവ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നമ്മുടെ ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ഏതിൽ? ലൈസോസോം. അപ്പോൾ ലൈസോസോംസ് എന്ന് പറയുന്നത് ആർ റിച്ച് ഇൻ ഓൾമോസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് ഹൈഡ്രോലിറ്റിക് ഡൈജസ്റ്റീവ് എൻസൈംസ്. ലിപ്പേസസും പ്രോട്ടിയേസും പോലുള്ള എൻസൈമുകളിൽ റിച്ചാണ് ആര്? ലൈസോസോമുകൾ. കാരണം ഇവൻ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ളവരാണ്. അതുകൊണ്ട് ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈമുകൾ ഇവൻ്റെ പക്കൽ സജ്ജമായിരിക്കണം. കാർബോഹൈഡ്രേറ്റ്സ്, അതുപോലെ കാർബോഹൈഡ്രേറ്റുള്ള ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ളവർ. ഒപ്റ്റിമൽ pH ആണ്. ദീസ് എൻസൈംസ് ആർ ഹൈലി ആക്റ്റീവ് അറ്റ് ആൻ ആക്റ്റീവ് ആസിഡിക് pH ബിലോ 7 ഇൻസൈഡ് ദി ലൈസോസോം. ഓക്കെ, ഇതാണ് ലൈസോസോമിൻ്റെ മെയിൻ പണി. ഇപ്പോൾ ചെറിയൊരു ആസിഡിക് pHൽ കാണപ്പെടുന്ന ഈ എൻസൈമുകൾ സെക്രീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടി നിലനിൽക്കുന്ന സെല്ലുലാർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ് ആര്? ലൈസോസോമുകൾ എന്ന് പറയുന്നത്. ദെൻ കംസ് വാക്യൂൾസ്. ആരാണ് അപ്പോൾ വാക്യൂൾസ്? നിങ്ങൾക്ക് ഈ ഒരു സെല്ലിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ ഉണ്ടയായിട്ട് കിടക്കുന്ന സാധനങ്ങളെ കാണാം. ദീസ് ആർ ഓൾ വാക്യൂൾസ്. ഒരു സെല്ലിനെ നമ്മൾ മാഗ്നിഫൈ ചെയ്ത് മൈക്രോസ്കോപ്പിക് വിഷനാണ്, വിഷനിൽ കാണുന്ന വളരെ ക്ലിയർ അല്ലെങ്കിൽ കൂടിയും ചെറിയ ചെറിയ ഉണ്ടകൾ നിങ്ങൾ കാണുന്നുണ്ട്, അതൊക്കെ വാക്യൂൾസ് ആണ്. സോ ഈ വാക്യൂൾ ഈസ് എ മെംബ്രെയിൻ ബൗണ്ട് സ്പേസ് ഫൗണ്ട് വിതിൻ ദ സൈറ്റോപ്ലാസം ഓഫ് ദി സെൽ. സെല്ലിൻ്റെ ഈ ഒരു സൈറ്റോപ്ലാസം, സെൽ ബോഡിക്കുള്ളിൽ തന്നെ കാണപ്പെടുന്ന ഒരു മെംബ്രെയിൻ ബൗണ്ട് എന്താ പറയുക, ഒരു സ്പേസിനെയാണ് നമ്മൾ വാക്യൂൾ എന്ന് വിളിക്കുക. ഈ വാക്യൂളിൻ്റെ പണി, ദേ സ്റ്റോർ വാട്ടർ, സാപ്പ് ആൻഡ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് അതർ മെറ്റീരിയൽസ് ദാറ്റ് ആർ നോട്ട് യൂസ്ഫുൾ ഓർ നീഡഡ് ഇമ്മീഡിയറ്റ്ലി ബൈ ദി സെൽ. ഇപ്പം നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ഒക്കെ വീടുകളിൽ അൽമാരകളൊക്കെ ഉണ്ട്. ഇതിനാണ് ഈ അൽമാരകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അൽമാരകളിലാണ് പ്രഥമ ദൃഷ്ടിയാൽ ആവശ്യമില്ലാത്ത, ഇപ്പോൾ എനിക്ക് ആവശ്യം, ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കൊരു ടേബിളും ഉണ്ടാകും, പഠിക്കുന്നൊരു ടേബിൾ, സ്റ്റഡി ടേബിളും ഉണ്ടാവും, നിങ്ങൾക്കൊരു അലമാരയും ഉണ്ടാവും എന്ന് കരുതിക്കുക, പുസ്തകങ്ങൾ വെക്കാനായിട്ടൊരു ഷെൽഫും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ പുസ്തകങ്ങൾ, നിങ്ങൾ പഠിക്കുന്ന പുസ്തകങ്ങൾ ഈ അലമാരയിലും ഉണ്ടാകും, നിങ്ങളുടെ ടേബിളിലും ഉണ്ടാകും. അപ്പോൾ ഇതിലൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇതിൽ നമ്മുടെ ടേബിളിലിരിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നവയും, എന്നാൽ അലമാരയിലുള്ള പുസ്തകങ്ങളെന്ന് പറയുന്നത് ഒരാവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള റിസർവായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ, അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം എടുക്കുന്ന പുസ്തകങ്ങളുമാണ്, അല്ലെങ്കിൽ ഉടൻ ആവശ്യമില്ലാത്ത പുസ്തകങ്ങളാണ്. ശരിയല്ലേ? അതാണ് വാക്യൂൾസിൻ്റെയും പണി. വാക്യൂൾസ് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും
പ്ലാന്റ് ആണെങ്കിൽ സാപ്പ് സ്റ്റോർ ചെയ്യുവാനോ അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത്യാവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് നമ്മുടെ സെല്ലിനകത്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്നതുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്പേസസ് ആയിട്ട് നമുക്ക് ആരെ കൺസിഡർ ചെയ്യാം? വാക്യൂൾസിനെ കൺസിഡർ ചെയ്യാം. ഇതിൽ ടോണോപ്ലാസ്റ്റ്, the vacuole is bound by a single specialized membrane and that membrane is called a tonoplast. കേട്ടിട്ടുണ്ടാവും, വഴിയിലായിരിക്കും, അത് ഇച്ചിരി ഡീറ്റെയിലിംഗ് ആണ്. നമ്മളെ വാക്യൂളുകൾ എന്ന് പറയുന്ന സംവിധാനങ്ങളെ ഇതൊരു സെൽ ബൗണ്ടഡ് മെംബ്രെയിൻ ബൗണ്ടഡ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഈ മെംബ്രെയിൻ ബൗണ്ടിങ്ങിന് വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ആ മെംബ്രെയിൻ ബൗണ്ട് ചെയ്യപ്പെട്ട് നിൽക്കുന്ന മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുക. See, in plant cells, vacuoles are massive and can occupy up to 90% of the volume of the cell. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും വന്ന വ്യത്യാസമായിട്ട് പറഞ്ഞത്, നിർബന്ധമായിട്ട് പ്ലാന്റ് സെല്ല് വാക്യൂൾസ് കാണും, ആനിമൽ സെല്ല് അത് ഇല്ല നമ്മൾ പറഞ്ഞതാണ്, നിർബന്ധമില്ല എന്ന് പറഞ്ഞതാണ്. പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്ന വാക്യൂളുകൾ 90%, ആ സെല്ലിൻ്റെ ടോട്ടൽ വോളിയത്തിൻ്റെ 90% വരെ മീൻസ് ഒക്കുപ്പൈ ചെയ്യാനുള്ള പോസിബിലിറ്റി പോലും ഉള്ള വാക്യൂൾസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇൻ പ്ലാന്റ്സ് ദ ടോണോപ്ലാസ്റ്റ് ആക്റ്റീവ്ലി പമ്പ്സ് a number of ions and other materials against concentration gradients into the vacuole. അപ്പോൾ ഈ വാക്യൂളിൻ്റെ നമ്മുടെ ബൗണ്ടറി ആയിട്ടുള്ള ടോണോപ്ലാസ്റ്റ് ഇഷ്ടംപോലെ അയോണുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്യൂളിനുള്ളിലേക്കും പുറത്തേക്കൊക്കെ എന്നുള്ള രീതിയിൽ ഗ്രേഡിയൻറ്റിൻ്റെ വ്യത്യാസം അനുസരിച്ച്, അവിടെ ഉണ്ടാകുന്ന ഗ്രേഡിയൻ്റ് അനുസരിച്ച് പമ്പ് ചെയ്യുന്നൊരു മെക്കാനിസം വാക്യൂളുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ. Because of active transport, the concentration of these ions is significantly higher inside the vacuole that it is this than it is in the surrounding cytoplasm. അതായത് ഈ അയോണുകൾ വാക്യൂളിനുള്ളിലേക്ക് പ്രസ് ചെയ്ത് ടോണോപ്ലാസ്റ്റ് വിടുന്നത് കൊണ്ട് തന്നെ അയോണിക് കോൺഫിഗറേഷൻ വാക്യൂളുകളിൽ ഒരല്പം കൂടുതലായിരിക്കാം, സൈറ്റോപ്ലാസത്തിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഓക്കെ, ഈ ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പുറത്തുനിന്ന് അകത്തേക്ക് അയോണുകളെ തള്ളിവിടുന്ന പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ. ഡിപ്പെൻഡിങ് ഓൺ ദി ഓർഗാനിസം, വാക്യൂൾസ് അഡാപ്റ്റ് ടു സെർവ് സ്പെഷ്യലൈസ്ഡ് പർപ്പസസ്. ഒന്ന്, കോൺട്രാക്റ്റൈൽ വാക്യൂള്, അതായത് ഓരോ ഓർഗാനിസത്തിനും ഓരോ തരത്തിലാണ് വാക്യൂൾസ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാണ് അതിൽ കോൺട്രാക്റ്റൈൽ വാക്യൂൾ എന്ന് പറയും. എന്താ സംഭവം? ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓർഗാനിസംസ് ലൈക്ക് അമീബ പോലുള്ള ഓർഗാനിസങ്ങളിൽ കാണുന്ന ഒരു വാക്യൂൾ ടൈപ്പിനെയാണ് കോൺട്രാക്റ്റൈൽ വാക്യൂൾ എന്ന്. അമീബയിൽ മാത്രമല്ല, അമീബ പോലുള്ള ഓർഗാനിസങ്ങളിൽ, ലോവർ ഗ്രേഡ് ഓർഗാനിസങ്ങളിൽ. ഇറ്റ് ഈസ് സർക്കുലർ ഫോർ ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ഓസ്മോസിസ് റെഗുലേഷൻ, അത് വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്, ആൻഡ് എക്സ്ക്രീഷൻ. അപ്പോൾ കോൺട്രാക്റ്റൈൽ വാക്യൂൾ എന്ന പേര് തന്നെ ഇതിന് കോൺട്രാക്ട് ചെയ്യാനും മറ്റും പോസിബിലിറ്റി ഉള്ള ഒരു സാധനമാണ്. അതായത് വാട്ടർ ബാലൻസ്, നമ്മുടെ സെല്ലിനകത്തുള്ള വാട്ടറിൻ്റെ ലെവൽ ബാലൻസ് ചെയ്യുന്നതിനും അതുപോലെ എക്സ്ക്രീഷൻസ് പ്രോസസ്സ് ചെയ്യുന്നതിനും എന്തെങ്കിലും ആവശ്യമില്ലാത്ത വസ്തുക്കളുണ്ടെങ്കിൽ അതിനെ പുറന്തള്ളുന്നതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു പണി ചെയ്യുന്ന വാക്യൂളുകളെയാണ് നമ്മൾ കോൺട്രാക്റ്റൈൽ വാക്യൂൾ എന്ന് പറയാം. രണ്ട് ഫുഡ് വാക്യൂളുണ്ട്. ഇത് പ്രോട്ടിസ്റ്റകളിലും മറ്റും കാണുന്നു. ഇപ്പം അമീബയിൽ കോൺട്രാക്റ്റൈൽ വാക്യൂൾ കാണുന്നു എന്ന് പറഞ്ഞു. പ്രോട്ടിസ്റ്റകളിൽ കാണപ്പെടുന്ന ഒരു വാക്യൂളാണ് ഫുഡ് വാക്യൂൾ. ദേ ആർ ഫോംഡ് ബൈ എൻഗൾഫിങ് ഫുഡ് പാർട്ടിക്കിൾസ് സോ ദാറ്റ് സെൽ ക്യാൻ ഡൈജസ്റ്റ് ദം. അതായത് എന്ത് ചെയ്യും? ഫുഡ് പാർട്ടിക്കിൾ എൻഗൾഫിന്ന് വിഴുങ്ങും, മനസ്സിലായില്ലേ? അപ്പോൾ ആഹാര പദാർത്ഥം സെല്ലിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി ജനറേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ എൻഗൾഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ലുകളിൽ കാണപ്പെടുക വാക്യൂളുകളുണ്ടെങ്കിൽ അത്തരം വാക്യൂളുകൾ വിളിക്കുന്ന പേരാണ് ഫുഡ് വാക്യൂൾ. ഫുഡ് വാക്യൂൾ എന്ന് പറയുമ്പോൾ പേര് തന്നെ കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയൊന്നുമില്ല. കോൺട്രാക്റ്റൈൽ വാക്യൂൾ ഓർത്തിരുന്ന് വെച്ചാൽ മതി. ഓക്കെ, ദെൻ കംസ് ദ ഫേമസ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് എ സെൽ. ഒരു സെല്ലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കോമ്പോണൻറ്റുകളും ഇമ്പോർട്ടൻ്റ് ആണില്ല എന്നല്ല, എന്നാലും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് പവർ ഇല്ലാണ്ട് പറ്റൂല. അത് മീൻ ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് പറ്റൂല, ശരിയല്ലേ? പവർ കട്ട് ഒരു 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കും, വേറെ പവറുള്ളിടത്ത് പോയി നിൽക്കുന്ന സാഹചര്യം പോലും ഉണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു ഹാവ് എനർജി. നമുക്ക് പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും നിങ്ങൾക്ക് ഈ ഓൺലൈൻ ക്ലാസ് കാണുന്നതിനൊക്കെ എനർജി വേണം, പവർ വേണം. ലാപ്ടോപ്പിൽ ചാർജ് വേണം, ഫോണിൽ ചാർജ് വേണം, അതിനെല്ലാം കറണ്ട് വേണം. നിങ്ങൾക്ക് നിലനിൽക്കുന്ന ക്ലാസ് നേരെ പോയി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനർജി വേണം, നിങ്ങൾ ആഹാരം കഴിക്കുന്നതിൽ കിട്ടണം. ഈ എനർജി ഈസ് വെരി എസെൻഷ്യൽ ടു കീപ് തിങ്സ് ഗോയിങ്. ഇപ്പോൾ ഇവിടെ സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെല്ലിലേക്ക് എനർജി സപ്ലൈ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആഹാരമൊക്കെ കിട്ടുക. പക്ഷേ ഈ ഭക്ഷണത്തിൽ നിന്ന് സെല്ലിലേക്ക് ഇതെങ്ങനെ എത്തുന്നു പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് മൈറ്റോകോൺട്രിയയെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നത്.
See, these are special cell organelles that need specific staining to be clearly seen under a microscope. നമ്മളത് ആദ്യമേ പഠിച്ചിട്ടുണ്ടല്ലേ. ഇവനെ പ്രോപ്പറായിട്ട് സ്റ്റെയിൻ ചെയ്താലേ കാണാം. മൈറ്റോകോൺട്രിയയെ നമുക്ക് ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ കാണാൻ പറ്റണമെങ്കിൽ സ്റ്റെയിൻ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. സ്റ്റെയിൻ ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. അതായത് കളർ ഒഴിച്ചാലേ കാണാൻ പറ്റുള്ളൂ. ദർ കൗണ്ട് പെർ സെൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ആക്റ്റീവ് ദ സെൽ ഈസ്. ഇനി എത്ര ആക്റ്റീവായിട്ടാണ് ഒരു സെല്ല് ഇരിക്കുന്നത് എന്നുള്ളതാണ് മൈറ്റോകോൺട്രിയയുടെ എണ്ണം നിർണ്ണയിക്കുന്നതെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സെല്ലിന് വേണ്ട എനർജി, ആ ഒരു എനർജിയുടെ സപ്ലൈയിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിൽ അല്ലെങ്കിൽ ജനറേഷനിൽ വലിയ പങ്ക് വഹിക്കുന്ന ആരാ? മൈറ്റോകോൺട്രിയ. വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സെല്ല് എന്ന് പറയുമ്പോൾ ആ സെല്ലിന് ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട്. മീൻസ് ആ സെല്ലിന് ഒരുപാട് എനർജി ഡിമാൻഡുണ്ട്. വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. മൈറ്റോകോൺട്രിയയുടെ എണ്ണം താരതമ്യേന അവിടെ കൂടുതലായിരിക്കും. എന്നാൽ വളരെ ലേസി ആയിട്ട് നിൽക്കുന്ന ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ ആവശ്യമില്ല. അപ്പോൾ അവിടെ മൈറ്റോകോൺട്രിയ പ്രൊഡക്ഷൻ കുറവായിരിക്കും, അല്ലെങ്കിൽ എണ്ണവും കുറവായിരിക്കും. ദർ യൂഷ്വലി സോസേജ് ഷേപ്ഡ് ഓർ സിലിണ്ടറിക്കൽ ആൻഡ് ദ ഡയമീറ്റർ ആവറേജ് ഇസ് അറൌണ്ട് 0.5 മൈക്രോമീറ്റർ ആൻഡ് ദർ ലെങ്ത് ഇസ് ബിറ്റ്വീൻ 1 to 4.1 മൈക്രോമീറ്റർ. വലിപ്പമൊന്നും നമ്മൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവരുടെ ഷേപ്പ് ഏകദേശം ഒന്നുകിൽ സോസേജിൻ്റെ പോലെ, നിങ്ങൾ സോസേജ് എന്ന് പറയുന്നൊരു മീറ്റ് കഴിച്ചിട്ടുണ്ടാവുമായിരിക്കും. നമ്മുടെ വിരലൊക്കെ പോലെ ഇരിക്കുന്ന, നമ്മുടെ കൈവിരലൊക്കെ പോലെ ഇരിക്കുന്ന സോസേജോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സിലിണ്ടറിക്കലോ ഒക്കെ ആയിട്ടുള്ള ഒരു ഷേപ്പാണ് മൈറ്റോകോൺട്രിയക്ക് എന്ന് പറയാം. ദേ ഹാവ് എ ഡബിൾ മെംബ്രെയിൻ, ആൻ ഔട്ടർ മെംബ്രെയിൻ ഫോമിംഗ് ദ ബൗണ്ടറി ആൻഡ് ഇന്നർ മെംബ്രെയിൻ ഫോൾഡഡ് ഇൻ ടു സ്ട്രക്ചേഴ്സ് കോൾഡ് ക്രിസ്റ്റേ ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? അതായത് ഒരു ഔട്ടർ ലെയർ ഓഫ് ബൗണ്ടറി ഇവനുണ്ട്, എന്നിട്ട് ദാറ്റ് ഇസ് ആൻ ഇന്നർ ലെയർ, ഇങ്ങനെ പോകുന്നൊരു ഇന്നർ ബൗണ്ടറി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ശരിയല്ലേ? പക്ഷെ ആ ബൗണ്ടറി അല്ലെങ്കിൽ ആ ഒരു ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് കണ്ടിന്യൂസ്. അത് ചുമ്മാ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓടുന്ന ഒരു ലെയർ ഒന്നുമല്ല. അത് ഒരുപാട് ഇൻഫോൾഡിങ്സ് നടത്തി നിൽക്കുന്ന ഒരു സാധനമാണ്. ലോട്ട് ഓഫ് ഫോൾഡിങ്സ്. എന്തിനാണ് ഫോൾഡിങ് ചെയ്യുന്നത്? വെറുതെ നമ്മളിങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുന്നതും ഏകദേശം രണ്ടിൻ്റെയും വലിപ്പം സെയിം ആണെങ്കിലും സർഫസ് ഏരിയ കൂടുതൽ രണ്ടാമത്തേനായിരിക്കും. ഓക്കെ, സർഫസ് ഏരിയ കൂടുമ്പോഴുള്ള ഗുണം നമുക്ക് ഈ ഏരിയയിൽ എന്താണോ പണിയെടുക്കാൻ പോകുന്ന പണി മാക്സിമം ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ഔട്ടർ മെംബ്രെയിൻ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് പോലെ നിൽക്കുന്നുവെങ്കിൽ ഇന്നർ മെംബ്രെയിനാണ് ശരിക്കുള്ള പണി നടക്കുന്നതെന്ന് പറയാൻ കാരണം ഇറ്റ് ഹാസ് ദ ഇൻഫോൾഡിങ്സ് കോൾഡ് ക്രിസ്റ്റേ ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. ഓക്കെ, ഈ മൈറ്റോകോൺട്രിയയുടെ ഉൾവശത്തെ ആണ് നമ്മൾ മാട്രിക്സ് എന്ന് പറയാം. മറ്റ് പലതിൻ്റെയും ഉൾവശത്തെ നമുക്ക് മാട്രിക്സ് എന്ന് പറയാൻ പറ്റും. നിങ്ങളിവിടെ ഓർത്തിരുന്നേക്ക് മൈറ്റോകോൺട്രിയയുടെ ഉൾവശത്തെ നമുക്ക് മാട്രിക്സ് എന്ന് പറയാം. So they are the sites of aerobic respiration. അവരാണ് എന്ത്? ആ എയറോബിക് റെസ്പിറേഷൻ്റെ സൈറ്റ്. ഓക്കെ, they are the sites for aerobic respiration and generate energy in the form of ATP. എന്താണ് ATP? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. എന്താണ് ATP? അഡിനോസിൻ. അപ്പോൾ നമ്മുടെ സെല്ലുകളിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന എനർജിയാണ്, വിളിക്കുന്ന പേരാണ് ATP. And this is why they are called the powerhouse of the cell. ഇങ്ങനെ ATP എന്ന എനർജി അല്ലെങ്കിൽ പവർ, ഒരു സെല്ലിന് ആവശ്യമായ എനർജി എയറോബിക് റെസ്പിറേഷനിലൂടെ, എന്ത് റെസ്പിറേഷനാണ്? എയറോബിക് റെസ്പിറേഷനിലൂടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന സെൽ ഓർഗനലാണ് മൈറ്റോകോൺട്രിയ എന്നുള്ളത് കൊണ്ടാണ് മൈറ്റോകോൺട്രിയയെ എന്ത് വിളിക്കുന്നത്? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ അല്ലേ? സെറ്റ്. മുന്നോട്ട് പോകുമ്പോൾ ദ മാട്രിക്സ് കണ്ടെയ്ൻസ് എ സിംഗിൾ സർക്കുലർ DNA, RNA, 70 ribosomes and proteins, and they divide and multiply using the process called fission. അപ്പോൾ മൈറ്റോകോൺട്രിയക്കുള്ളിൽ കാണുന്ന വസ്തുക്കളാണ് നമ്മൾ ഈ പറയുന്ന DNA, RNA, 70 റൈബോസോമുകൾ, അതിൽ കുറച്ച് പ്രോട്ടീൻസ് ഒക്കെ കാണാം. And these mitochondria multiply using the process of fission. Fission വഴി ഒന്ന് രണ്ടാവുന്ന പ്രോസസ്സാണ് ഫിഷൻ. ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നതാണ്. സെറ്റ് അല്ലേ? ക്ലിയർ. പ്ലാസ്റ്റിഡ്സ് ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. പ്ലാസ്റ്റിഡുകളുടെ ഒരു ഉദാഹരണമാണല്ലോ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ പ്ലാസ്റ്റിഡ് are specialized organelles found in the plant cells
ആൻഡ് യുഗ്ലിനോയിഡ്സ്. പ്ലാന്റ് സെല്ലുകളിലും അതുപോലെ യുഗ്ലിനോയിഡുകളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഓർഗനിലാണ് പ്ലാസ്റ്റിഡുകൾ. എല്ലാ സെല്ലുകളിലും ഇല്ല. അതുകൊണ്ട് സ്പെഷ്യലൈസ്ഡ് ഓർഗനിൽ എന്ന് വിളിച്ചത്. They can be easily seen under a microscope because they are large and they contain specific pigments that give color to the plants. ഇപ്പോൾ ഓരോന്ന്, ഇപ്പോൾ നമ്മൾ കരോട്ടിനോയിഡ് അല്ലെ ക്ലോറോപ്ലാസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഓരോ തരത്തിലുള്ള പിഗ്മെൻറ്റുകൾക്ക്, ഓരോ തരത്തിലുള്ള പിന്നെ പ്ലാസ്റ്റിഡുകൾ ഓരോ വർണ്ണം പുറപ്പെടുവിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവർ ഈസിലി ഐഡൻറ്റിഫൈബിൾ. വർണ്ണമുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, കളറുണ്ട് എന്നുള്ളത് മാത്രമല്ല ഇവർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കാരണം ഇവർ വലിപ്പമുള്ളവരാണ്. പ്ലാസ്റ്റിഡ്സ് ആർ റാദർ ബിഗ്. Based on the type of pigments, plastids are classified into 3 types. 1 chloroplast, 2 chromoplast, 3 leucoplast. ഇതൊക്കെയാണ് ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ് എന്ന രീതിയിൽ 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. 1 ക്ലോറോപ്ലാസ്റ്റ്. എന്താ ക്ലോറോപ്ലാസ്റ്റ്? ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻസ് ക്ലോറോഫിൽ ആൻഡ് കരോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ ട്രാപ്പിംഗ് ലൈറ്റ് എനർജി എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. അതായത് ക്ലോറോപ്ലാസ്റ്റിൽ കാണപ്പെടുന്ന പിഗ്മെൻറ്റുകളാണ് നമ്മൾ ഒരുപാട് കേട്ടുകേൾവിയുള്ള ക്ലോറോഫിലും അതുപോലെ കരോട്ടിനോയിഡും ഒക്കെ. എന്താ ഇവന്മാരുടെ പണി? ദ റെസ്പോൺസിബിൾ ഫോർ ട്രാപ്പിംഗ് ലൈറ്റ് എനർജി. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പോൾ എവിടെ കാണും? പ്ലാന്റ്സിൽ കാണും. പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ, വേറെ ഓർഗനൽസിൽ കാണാൻ പറ്റും. 2 ക്രോമോപ്ലാസ്റ്റ്. അപ്പോൾ ഇതാണ് ക്ലോറോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റ് കണ്ടെയ്ൻസ് ഫാറ്റ് സോലുബിൾ കരോട്ടിനോയിഡ് പിഗ്മെന്റ്സ് ലൈക്ക് കരോട്ടിൻ, സാന്തോഫിൽ എക്സെട്ര. കരോട്ടിൻ, സാന്തോഫിൽ എക്സെട്ര ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള കരോട്ടിനോയിഡുകളെ കാണപ്പെടുന്നത് ക്രോമോപ്ലാസ്റ്റിലാണ്. അപ്പോൾ ഫാറ്റ് സോലുബിൾ കരോട്ടിൻ, ഇപ്പോൾ ശ്രദ്ധിച്ചോണേ, കരോട്ടിനോയിഡ് പിഗ്മെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ചുമ്മാ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ക്ലോറോപ്ലാസ്റ്റ് എന്ന പ്ലാസ്റ്റിഡിൻ്റെ മനസ്സിൽ ഓർമ്മ വരും. പക്ഷെ ശ്രദ്ധിച്ചോണം, ഫാറ്റ് സോലുബിൾ കരോട്ടിനോയിഡ് ആണ് ചോദ്യം എന്നുണ്ടെങ്കിൽ അത് ക്ലോറോപ്ലാസ്റ്റ് അല്ല, അത് ക്രോമോപ്ലാസ്റ്റിലാണ്. ആൻഡ് ഇറ്റ് ഗീവ് പ്ലാന്റ്സ് ദർ ഡിസ്റ്റിങ്റ്റീവ് കളർ ലൈക്ക് യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. യെല്ലോ, ഓറഞ്ച്, റെഡ് പോലുള്ള കളറുകൾ കൊടുക്കുന്നത് ക്രോമോപ്ലാസ്റ്റാണ്. 3 ല്യൂക്കോപ്ലാസ്റ്റ്. ദീസ് ആർ കളർലെസ് പ്ലാസ്റ്റിഡ്സ്. വെരി ഗുഡ്. ദീസ് ആർ colorless plastid of varied shape and size that store nutrients. അപ്പോൾ ന്യൂട്രിയൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല വലുപ്പത്തിനും ആകൃതിയിലും കാണപ്പെടുന്ന പിന്നെ കളർലെസ് ആയിട്ടുള്ള പ്ലാസ്റ്റിഡുകളാണ് ല്യൂക്കോപ്ലാസ്റ്റ്. ദ ഡിവൈഡഡ് ഇൻറ്റു 3 ബേസ്ഡ് ഓൺ വാട്ട് ദേ സ്റ്റോർ. അപ്പോൾ അവർ ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്യും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്ത് ന്യൂട്രിയൻറ്റ് സ്റ്റോർ ചെയ്യുന്നവനാണ് ഇവൻ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ല്യൂക്കോപ്ലാസ്റ്റിനെ 3ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. 1 അമിലോപ്ലാസ്റ്റ്. എന്താ അമിലോപ്ലാസ്റ്റ്? കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റോർ ചെയ്യുന്നവന്മാരാണ്. അപ്പോൾ അവന്മാർ സ്റ്റോർ ചെയ്യുന്ന ന്യൂട്രിയൻസ് കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ. 2 ഇലയോപ്ലാസ്റ്റ്. ഓയിൽ, ഫാറ്റ് എന്നിവ സ്റ്റോർ ചെയ്യുന്ന പ്ലാസ്റ്റിഡുകളാണ്, ല്യൂക്കോപ്ലാസ്റ്റുകളെയാണ് ഇലയോപ്ലാസ്റ്റ് എന്ന് പറയുക. 3 അലൂറോപ്ലാസ്റ്റ്. പ്രോട്ടീൻ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനുമാണ് നമ്മൾ പറയുന്ന 3 ന്യൂട്രിയൻസ് അല്ലേ. ആ 3 ന്യൂട്രിയൻറ്റുകളെയും സക്സസീവായിട്ട് സ്റ്റോർ ചെയ്യുന്നവന്മാരെ നോക്കിയാണ്. അമിലോപ്ലാസ്റ്റ് കാർബോഹൈഡ്രേറ്റിനെ സ്റ്റോർ ചെയ്യുന്നവനാണ്. എലയോപ്ലാസ്റ്റ് ഫാറ്റിനെ സ്റ്റോർ ചെയ്യുന്നവനാണ്. ലിപ്പിഡ്സ് സ്റ്റോർ ചെയ്യുന്നവനാണ്. അലൂറോപ്ലാസ്റ്റ് പ്രോട്ടീൻ സ്റ്റോർ. അപ്പോൾ ല്യൂക്കോപ്ലാസ്റ്റിൻ്റെ ഉദാഹരണങ്ങൾ. അപ്പോൾ പ്ലാസ്റ്റിഡുകളെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഒന്ന് ഓർത്ത് വെച്ചോണം. കുറേ ഡിവിഷൻ ഇവിടെ വന്നതുകൊണ്ടൊന്നുകൂടെ പറയുകയാണ്. പ്ലാസ്റ്റിഡുകളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. 1 ക്ലോറോപ്ലാസ്റ്റ്, 2 ക്രോമോപ്ലാസ്റ്റ്, 3 ല്യൂക്കോപ്ലാസ്റ്റ്. അതിൽ ക്ലോറോപ്ലാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, ക്രോമോപ്ലാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. വേറെ കൺസേൺസോ കൺഫ്യൂഷൻസോ ഒന്നുമില്ല. എന്നാൽ ല്യൂക്കോപ്ലാസ്റ്റിൻ്റെ കാര്യം വന്നപ്പോൾ ല്യൂക്കോപ്ലാസ്റ്റ് ന്യൂട്രിയൻ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യപ്പെടുന്ന ഒരു കളർലെസ് ആയിട്ടുള്ള പ്ലാസ്റ്റിഡാണ്. അപ്പോൾ എന്ത് ന്യൂട്രിയൻ്റാണ് ഇവൻ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ആരെ? ല്യൂക്കോപ്ലാസ്റ്റിനെ. ഏതൊക്കെയാണ്? 1 അമിലോപ്ലാസ്റ്റ്. ആരെയാണ് സ്റ്റോർ ചെയ്യുക? കാർബോഹൈഡ്രേറ്റ്സിനെ സ്റ്റോർ ചെയ്യുന്നവൻ അമിലോപ്ലാസ്റ്റ്. 2 ഇലയോപ്ലാസ്റ്റ്. എന്താണ് ഇലയോപ്ലാസ്റ്റ്? ആരെ സ്റ്റോർ ചെയ്യുന്നു? ഫാറ്റ്, ലിപ്പിഡ് സ്റ്റോർ ചെയ്യുന്നത് എലയോപ്ലാസ്റ്റ്. ഒരുത്തനും കൂടെ വേണ്ടേ? ആരാ? പ്രോട്ടീൻ സ്റ്റോർ ചെയ്യുന്ന ല്യൂക്കോപ്ലാസ്റ്റുകളെ വിളിക്കുന്ന പേരാണ് അല്യൂറോപ്ലാസ്റ്റ്. എന്താണ്? അല്യൂറോപ്ലാസ്റ്റ്. അപ്പോൾ ഇത്രയും ആകുമ്പോഴേക്കും നമ്മുടെ ല്യൂക്കോപ്ലാസ്റ്റുകളുടെ വർഗീകരണവും സെറ്റാവും, ക്ലിയർ ആവും.
majority of the chloroplasts are found in the mesophyll cells of leaves. നമ്മുടെ ഇലകളിലെ മീസോഫിൽ സെല്ലുകളിലാണ് എല്ലായിടത്തും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകണം നിർബന്ധം, പ്ലാസ്റ്റിഡുകൾ ഉണ്ടാകണം നിർബന്ധമില്ല എല്ലാ മേഖലയിലും. റൈറ്റ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ക്ലോറോപ്ലാസ്റ്റുകൾ കാണപ്പെടുന്നത് ലീഫിലുള്ള സെല്ലുകളിലാണ്. ഏത് സെല്ലുകളിലാണ്? അതും മിസോഫിൽ സെല്ലുകൾ. അതൊക്കെ ഓർത്ത് വെച്ചോണ്ട് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീഫെന്ന് നമുക്കറിയായിരിക്കും, ഇലകളാണെന്നൊക്കെ അറിയായിരിക്കും, പക്ഷേ ഇലകളിൽ ഏത് സെല്ലുകളിലാണ് ക്ലോറോപ്ലാസ്റ്റ് പ്രധാനമായിട്ടും കാണുക എന്നുള്ള കോൺസെപ്റ്റൊക്കെ ഒരല്പം റെയറായിട്ട് പഠിക്കുന്നതാണ്. മീസോഫിൽ സെല്ലുകളാണ് കാണുക എന്നുള്ളതാണ്. ആൻഡ് ദേ ക്യാൻ ബി ലെൻസ് ഷേപ്ഡ്, ഓവൽ ഷേപ്ഡ്, സ്ഫെറിക്കൽ ഷേപ്പ്, ഡിസ്കോയിഡ്, റിബൺ ലൈക്ക്, ബ്ലാ ബ്ലാ ബ്ലാ. ഏത് തരത്തിലുള്ള ഷേപ്പുകളാവാം അതിന് മാനദണ്ഡം ഇന്നത് തന്നെ ആകണം നിർബന്ധമൊന്നും ഇല്ല. 5 മുതൽ 10 മൈക്രോമീറ്റർ വരെ നീളവും 2 മുതൽ 4 മൈക്രോമീറ്റർ വരെ വീതിയും ഒക്കെ പ്രതീക്ഷിക്കാം. ഒരു ഇതിനകത്ത് നമ്പർ എന്ന് പറയുന്നത് നമ്പർ വേരീസ് ഫ്രം 1 per cell ടു ഈവൻ 40 per cell ഇൻ മിസോഫിൽ സെൽ ഓഫ് ഹയർ പ്ലാന്റ്സ്. ഇപ്പോൾ ചെറിയ പ്ലാന്റുകളിൽ ഇപ്പോൾ ഗ്രീൻ ആൽഗെ, ക്ലാമിഡോമോണാസ് പോലുള്ള വളരെ ലോവർ ഗ്രേഡ് ഓർഗാനിസത്തിൽ ചിലപ്പോൾ ഒരു പ്ലാസ്റ്റിഡ് ആയിരിക്കും കാണുക. ഓക്കെ, ഒരു ക്ലോറോപ്ലാസ്റ്റ് ആയിരിക്കും കാണുക, ഒരു സെല്ലിൽ ഒരു ക്ലോറോപ്ലാസ്റ്റ്. എന്നാൽ ഒരു സെല്ലിൽ പ്ലാസ്റ്റിഡ് എന്ന് പറയുമ്പോൾ ഒരു ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ല്യൂക്കോപ്ലാസ്റ്റ് മാത്രമേ കാണാവൂ എന്നുള്ള മാനദണ്ഡമൊന്നുമില്ല. ലോവർ ഗ്രേഡ് ഓർഗാനിസത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ക്ലാമിഡോമോണാസ്, ഗ്രീൻ ആൽഗെ, ഇതിനകത്തൊക്കെ ഒരു സെല്ലിനകത്ത് ഒരു ക്ലോറോപ്ലാസ്റ്റേ കാണുള്ളൂ എന്നാണ് ജനറലി നമ്മൾ കണ്ടിരിക്കുന്നത്. എന്നാൽ ഹയർ ഗ്രേഡ് ഓർഗാനിസങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, പ്ലാന്റ്സിലേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ മിസോഫിൽ സെല്ലുകളിലൊക്കെ 20 മുതൽ 40 വരെയുള്ള ക്ലോറോപ്ലാസ്റ്റുകളെ പോലും കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഫോട്ടോസിന്തസിസ് വേഗം നടക്കുകയും ചെയ്യും കേട്ടോ. ലൈക്ക് മൈറ്റോകോൺട്രിയ, ഇറ്റ് ഈസ് ഓൾസോ എ ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ. ദ ഇന്നർ മെംബ്രെയിൻ ഇസ് റിലേറ്റീവ്ലി ലെസ് പെർമിയബിൾ എന്ന് ഓർത്തിരിക്കും. ഇപ്പോൾ പ്ലാസ്റ്റിലുകളിലെ ക്ലോറോപ്ലാസ്റ്റ് മൈറ്റോകോൺട്രിയയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇവനും ഡബിൾ ലെയർഡ് മെംബ്രെയിൻ സ്ട്രക്ചർ തന്നെയാണ് കാണിക്കുന്നത്. അതിൽ ഇന്നർ ലെയർ ലെസ് പെർമിയബിൾ, അതായത് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടത്തിവിടുന്നതിനുള്ള എബിലിറ്റി അവന് കുറവാണ്. ആർക്ക്? ഇന്നർ മെംബ്രെയിന്. ഈ ക്ലോറോപ്ലാസ്റ്റിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കണം. ഒന്ന്, സ്ട്രോമ, ദ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ലിമിറ്റഡ് ബൈ ദി ഇന്നർ മെംബ്രെയിൻ ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റ്. അല്ലേ? അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിലെ ഇന്നർ മെംബ്രെയിനിനുള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സ്പേസിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. 2, തിലക്കോയിഡ്സ്. എന്താണ് തിലക്കോയിഡ്സ് അല്ലെങ്കിൽ തൈലക്കോയിഡ്സ്? A number of organized flattened membranous sac present in the stroma. ഈ സ്ട്രോമയിൽ ഈ പറയുന്ന സൈറ്റോപ്ലാസത്തിനകത്ത്, അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മളിതൊരു സെൽ ഓർഗനൽ ഉള്ളിലുള്ള ആളെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്, അല്ലേ? ക്ലോറോപ്ലാസ്റ്റിനെയാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ ഈ സ്ട്രോമ എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ഉണ്ടല്ലോ, അവിടെ കാണപ്പെടുന്ന മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ചില ഒരുപാട് ചാക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് ഇവിടെയും കാണാൻ പറ്റും. അതിന് വിളിക്കുന്ന പേരാണ് തൈലക്കോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, തൈലക്കോയിഡ്സ്. നിങ്ങളിവിടെ ഈ ഒരു ചിത്രം നോക്കി കഴിഞ്ഞാൽ ദിസ് ഇസ് ദി ക്ലോറോപ്ലാസ്റ്റ്. ആ ക്ലോറോപ്ലാസ്റ്റിനകത്ത് കുറേ കോയിൻസ് അല്ലെങ്കിൽ പോപ്പിൻസ് അടുക്കി വെച്ചിരിക്കുന്ന മാതിരി കുറേ ഡിസ്കുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ, അവരാണ് തൈലക്കോയിഡ്സ്. ഓക്കെ, പിന്നുള്ളത് ഗ്രാന അല്ലെങ്കിൽ ഗ്രാനം. Thylakoids are arranged in stacks like piles of coins. ഞാനിപ്പോൾ പറഞ്ഞു. These stacks are called grana or intergranal thylakoids. അപ്പോൾ ഇതിൽ ഈ ഓരോ തൈലക്കോയിഡിനെയും ഇങ്ങനെ സ്റ്റാക്കുകളായിട്ട് അടുക്കി കോയിൻസ് അടുക്കി വെച്ചിരിക്കുന്ന മാതിരിയാണ് കാണിക്കുക. അപ്പോൾ അതിൽ ഒരു സ്റ്റാക്കിനെ വിളിക്കുന്ന പേരാണ് ഗ്രാന എന്ന് പറയുന്നത്. അപ്പോൾ തൈലക്കോയിഡുകളുടെ ഒരു സ്റ്റാക്കിനെ വിളിക്കുന്ന പേരാണ് ഗ്രാന എന്ന് പഠിച്ചിരിക്കുക. ഇതൊക്കെ എന്ത് പേരാണ് ഭഗവാനെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പറ്റുമെന്നുണ്ടെങ്കിൽ ഈ പേരുകളൊന്നും പഠിച്ചിരിക്കുന്നതൊക്കെ നല്ലതാണ്. ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, എന്താണ് ഈ വസ്തുത എന്നുള്ളത്. സ്ട്രോമ ലാമെല്ലെ, അടുത്തയാൾ, 4ാമത്തെ ആൾ. സ്ട്രോമ ലാമെല്ലെ, ഇറ്റ് ഇസ് എ ഫ്ലാറ്റ് മെംബ്രേനിയസ് ട്യൂബ്യൂൾസ് ദാറ്റ് കണക്ട്സ് ദ തൈലക്കോയിഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ഗ്രാന. വ്യത്യസ്തമായിട്ടുള്ള ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ രീതിയിൽ ഈ ഒരു തൈലക്കോയിഡിനെ ഈ ഒരു തൈലക്കോയിഡ് അല്ലെങ്കിൽ ആ ഒരു ഗ്രാനയുമായിട്ട് കണക്ട് ചെയ്ത് ഈ ഒരു ഗ്രാനയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഓരോ ഗ്രാനകൾ തമ്മിലും ചെറിയ ഗ്രാനകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ബ്രിഡ്ജസ് പണിതിങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ബ്രിഡ്ജസിന് വിളിക്കുന്ന പേരാണ് സ്ട്രോമ ലാമെല്ലെ. ഇറ്റ്സ് എ ഫ്ലാറ്റ് മെംബ്രേനിയസ് ട്യൂബ്യൂൾസ് ദാറ്റ് കണക്ട്സ് ദ തൈലക്കോയിഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ഗ്രാനകളിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രാനകളെ കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും തെറ്റില്ല, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രാനകളിലെ തൈലക്കോയിഡുകൾ, ഒരേ ഗ്രാനയിലെ തൈലക്കോയിഡ് അല്ല, ഡിഫറെൻറ്റ് ഗ്രാനകളിലെ തൈലക്കോയിഡുകളെ പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കുന്ന
മെംബ്രെയിനിയസ് ട്യൂബ്യൂൾസിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ, ലാമെല്ല എന്ന് പറയുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ലൂമൻ. ദ എൻക്ലോസ്ഡ് സ്പേസ് ഇൻസൈഡ് ദ മെംബ്രെയിൻ ഓഫ് എ തൈലക്കോയിഡ്. ഓക്കെ, ഇപ്പോൾ തൈലക്കോയിഡിനുള്ളിലുള്ള തൈലക്കോയിഡിനുള്ളിലുള്ള ആ ഒരു എൻക്ലോസ്ഡ് സ്പേസിനെ, തൈലക്കോയിഡിനുള്ളിലുള്ള എൻക്ലോസ്ഡ് സ്പേസിനെ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? ലൂമൻ എന്ന് വിളിക്കുന്നത്. ഇത് വിളിക്കുക ലൂമൻ. ഇത്രയും ക്ലോറോപ്ലാസ്റ്റിനുള്ളിലുള്ള കോമ്പോണൻറ്റുകളെ നമ്മൾ നോക്കിയത്. ഒന്നുകൂടെ പറയാം. അപ്പോൾ ഏതൊക്കെയാണ് ക്ലോറോപ്ലാസ്റ്റിൽ വന്നിരിക്കുന്ന കോമ്പോണൻറ്റ്? ഒന്ന് സ്ട്രോമ. സ്ട്രോമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇന്നർ മെംബ്രെയിനുള്ളിൽ വരുന്ന ഒരു ഫ്ലൂയിഡ് ഫിൽഡായിട്ട് നിൽക്കുന്ന പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. ഈ പറയുന്ന തൈലക്കോയിഡുകൾ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഈ സ്ട്രോമ എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഫിൽഡ് മെട്രിക്സിലാണല്ലോ. രണ്ടാമത്തെ തൈലക്കോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള മെംബ്രെയിനിയസ് ആയിട്ടുള്ള കോയിൻ പോലെ തോന്നിക്കുന്ന കുറേ സാക്കുകൾ നമ്മുടെ സ്ട്രോമയ്ക്കുള്ളിൽ കാണുന്നുണ്ടാവും. അതിന് വിളിക്കുന്ന പേര് തൈലക്കോയിഡ്സ് എന്നാണ്. ഈ തൈലക്കോയിഡുകളുടെ ഒരു സ്റ്റാക്കിനെ അടുക്കി വെച്ചിരിക്കുന്ന, കുറച്ച് തൈലക്കോയിഡുകൾ ഒരുമിച്ച് അടുക്കി വെച്ചിരിക്കുന്ന ഒരു സ്റ്റാക്കിനെ വിളിക്കുന്ന പേരാണ് ഗ്രാന അല്ലെങ്കിൽ ഗ്രാനം എന്ന് പറയുന്നത്. ഒരു സ്റ്റാക്കിന് ഗ്രാനം എന്ന് പറയും. അതിൻ്റെ മൾട്ടിപ്പിൾ പ്ലൂറലായിട്ട് പറയുന്നുണ്ട്, ഗ്രാന എന്ന് പറയുന്നു. അതുപോലെ സ്ട്രോമ, ലാമെല്ല, ഈ ഗ്രാനകളിലുള്ള തൈലക്കോയിഡുകളെ പരസ്പരം, വ്യത്യസ്ത ഗ്രാനകളിലുള്ള തൈലക്കോയിഡുകളെ പരസ്പരം കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എന്താ പറയുക, ഒരു ട്യൂബ്യൂളുകൾ അല്ലെങ്കിൽ ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ മെംബ്രെയിനിയസ് ആയിട്ടുള്ള ട്യൂബ്യൂളുകളെ, പൈപ്പുകളെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ, ലാമെല്ലെ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു തൈലക്കോയിഡുകൾക്കുള്ളിൽ വരുന്ന എൻക്ലോസ്ഡ് സ്പേസിനെ വിളിക്കുന്ന പേരാണ് ലൂമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ വരുന്ന കോമ്പോണൻറ്റുകൾ എന്ന് മനസ്സിലാക്കാം. ഈ പേരുകൾ നിങ്ങൾ ക്ലോറോപ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല അല്ലാതെയും കേൾക്കും. ഇപ്പോൾ ലൂമൻ എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഇൻഡസ്റ്റൈൻസിൽ പോലും നമ്മൾ ലൂമൻ എന്ന് പറയുന്ന ഒരു ഏരിയനെയൊക്കെ പഠിക്കാറുണ്ട്. ഇൻഡസ്റ്റൈനിൻ്റെയും നമ്മുടെ ബോഡിക്കുള്ളിലുള്ള സ്മൂത്ത് മസിൽസിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ക്രോസ് സെക്ഷൻസ് എടുക്കുമ്പോൾ അതിനകത്ത് ലൂമൻ എന്ന് പറയുന്ന ഒരു പോർഷനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കാറൊക്കെ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ ഒരുപാടിടത്ത് നമ്മൾ ലൂമൻ എന്ന വാക്ക് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ മാത്രം കാണുന്നതാണെന്നൊന്നും കരുതണ്ട, ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ സ്ട്രോമയിൽ കാണപ്പെടുന്ന ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് വിതിൻ ദ സ്ട്രോമ, ഇറ്റ് കണ്ടെയ്ൻസ് എൻസൈംസ് റിക്വയർഡ് ഫോർ ദ സിന്തസിസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്. അപ്പോൾ ഈ സ്ട്രോമ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൂയിഡ് ഫീൽഡ് ആ ഒരു ഏരിയ, ആ ഫ്ലൂയിഡ് ഫീൽഡ് ഏരിയയിൽ എൻസൈമുകളും മറ്റുമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള എൻസൈം? പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ സിന്തസിസ് ചെയ്യാനുള്ള, മാനുഫാക്ചർ ചെയ്യാനുള്ള പ്രോട്ടീൻസ് അവിടെയുണ്ട്, എൻസൈംസ് ഉണ്ട്. പിന്നെ ഇറ്റ് കണ്ടെയ്ൻസ് സ്മോൾ ഡബിൾ സ്ട്രാൻഡഡ് സർക്കുലർ DNA മോളിക്യൂൾസ്, DNA മോളിക്യൂളുകൾ കാണാം. പിന്നെ റൈബോസോമുകൾ, 70S 80S പോലുള്ള ക്ലോറോപ്ലാസ്റ്റിക് പിന്നെ റൈബോസോമുകളും അതുപോലെ സൈറ്റോപ്ലാസ്മിക് റൈബോസോമുകളുമൊക്കെ നമുക്ക് പ്ലാസ്റ്റിനുള്ളിലുള്ള നമ്മൾ ഈ പറയുന്ന സ്ട്രോമയ്ക്കുള്ളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ക്ലോറോഫിൽ പിഗ്മെൻറ്റും കാണാൻ പറ്റും. അത് കാണുന്നത് പക്ഷേ സ്ട്രോമയ്ക്കുള്ളിലുള്ള തൈലക്കോയിഡിനുള്ളിലാണ്. ആരെ കാണുക? ക്ലോറോഫിൽ പിഗ്മെൻറ്റ്. അപ്പോൾ ദ പിഗ്മെൻറ്റ് ക്ലോറോഫിൽ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഇസ് ആക്ച്വലി സീൻ ഇൻസൈഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് എന്ന് ചോദിച്ചാൽ തൈലക്കോയിഡ്സ്. ക്ലിയർ? യെസ്. അപ്പോൾ ഇത്രയും ആകുമ്പോഴേക്കും ഒരു ഭാഗം കംപ്ലീറ്റ് ആയി, ഒരു ഭാഗം കൂടി കംപ്ലീറ്റ് ആയി, തീർന്നിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് ഗോൾഗി അപ്പാരറ്റസും പ്ലാസ്റ്റിഡുകളിൽ തന്നെയുള്ള എല്ലാ പ്ലാസ്റ്റിഡുകളെയും നോക്കി പോയിട്ടില്ല. പ്ലാസ്റ്റിഡുകളിലെ ക്ലോറോപ്ലാസ്റ്റിനെയുമാണ് പഠിച്ചു പോയത്. ഇന്ന് പറഞ്ഞ വസ്തുതകൾ കുറച്ചേ ഉള്ളൂ, ഒരുപാട് ഡീറ്റെയിലിങ്ങിലേക്ക് പോയിട്ടില്ല. നിങ്ങൾക്ക് പുതിയ ടേംസും ഈ പറയുന്ന തൈലക്കോയിഡ്സും അല്ലെ സ്ട്രോമയും എന്നൊക്കെ പറയുന്ന പോലുള്ള ഓരോ വാക്കുകൾ പുതുതായതുകൊണ്ട് വളരെ മിനിമലൈസ് ചെയ്ത് നിർത്താൻ ഉള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇത് വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഏരിയാസിനെ അല്ലെങ്കിൽ ബാക്കി വരുന്ന കോമ്പോണൻറ്റുകളെ അടുത്തൊരു പാർട്ടിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഞാൻ ഇപ്പോഴും പറയുകയാണ്, പരമാവധി നിങ്ങൾ ഒരുമിച്ച് തന്നെ ഈ പല പല പാർട്ടുകൾ കണ്ടുപോകുക. ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഒരുമിച്ച് തന്നെ കണ്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഈ ഒരു ഗോൾഗി അപ്പാരറ്റസ് അതുപോലെ പ്ലാസ്റ്റിഡുകൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന വസ്തുതകളിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, അവയുടെ ഫങ്ഷൻസ്, അവയുടെ സ്ട്രക്ചർ, അവയുടെ ലൊക്കേഷൻസ് എന്നിവയെല്ലാം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് അറിയാം ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ടെർമിനോളജീസൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. സെൽസിനുള്ളിലുള്ള ഇത്രയും ഡെപ്തിലൊക്കെ പോയി പഠിക്കണമെന്നൊക്കെ കൺഫ്യൂഷൻ തോന്നും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, സയൻസ് സബ്ജക്റ്റുകൾക്ക് ഈ ഒരു ഡെപ്ത് വരെയെങ്കിലും നിങ്ങളൊന്ന് ഇതിനിപ്പോൾ ഈ ഒരു ഡെപ്ത് വരെ അറിഞ്ഞിരിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ നല്ല ഡെപ്തിൽ പോകുന്നു, ഇതിലും ഡെപ്തിൽ പോകുന്ന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ അത്രത്തോളം ഡെപ്തിലേക്ക് ഇറങ്ങിപ്പോയി പഠിക്കുക എന്ന് പറയുന്നത് സമയനഷ്ടമാണ്. ഇത് തന്നെ ഒരു ആവശ്യത്തിൽ ഒരല്പം കൂടുതൽ നമ്മൾ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്.
ഇൻ കേസ് ഒരല്പം കടന്ന് ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധ ബുദ്ധിയിൽ. ഓക്കെ, റൈറ്റ്. സോ ദാറ്റ് ബീയിങ് സെഡ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി അടുത്ത ദിവസം നോക്കാം. ഓക്കെ, താങ്ക് യു.